ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്യൂഡ് ഹാർട്ട്. സോ നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് 7 സോഷ്യൽ സയൻസിൽ തേർഡ് ചാപ്റ്ററായ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വേഗം ക്ലാസ്സിൽ കിടക്കാമല്ലേ. ചാപ്റ്റർ 3 റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. Thumb of the Nagodas. Nagodas were the sericulturists of Bengal. സെറികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത് സിൽക്ക് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സിൽക്ക് വോംസിനൊക്കെ വളർത്തുന്നവരും സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നവരെയുമാണ് സെറികൾച്ചറിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നഗോദാസ് were the സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ. ബംഗാളിലെ സെറികൾച്ചറിസ്റ്റുകാർ ആരായിരുന്നു? നഗോദാസ് ആയിരുന്നു. വീവേഴ്സ് ഫ്രം വേരിയസ് കൺട്രീസ് came to buy the silk they produced. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നെയ്ത്തുകാർ, അതായത് വീവേഴ്സ്, അവർ ഉൽപ്പാദിപ്പിക്കുന്ന നഗോദാസ് ഉൽപ്പാദിപ്പിക്കുന്ന പട്ട് വാങ്ങാൻ വരുമായിരുന്നു. When Bengal came under the rule of the English East India Company, the officials began to exploit the Nagodas. ബംഗാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായപ്പോൾ ഉദ്യോഗസ്ഥർ നഗോദികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. എക്സ്പ്ലോയിറ്റ് മീൻസ് ചൂഷണം ചെയ്യുക. They were compelled to do weaving for meager wages. Meager wages means തുച്ഛമായ wages. Wages means salary. തുച്ഛമായ സാലറിക്കുള്ളിൽ നെയ്ത്ത് ചെയ്യുവാൻ അവർ നിർബന്ധിതരായി. ആര്? നഗോദാസ്. They were made bonded laborers of the company, denying opportunity to see any other means of livelihood. കമ്പനിയുടെ അടിമകളെ പോലെ ജീവിക്കാൻ നിർബന്ധിതരായ മറ്റു ഉപജീവന മാർഗങ്ങൾ തേടാൻ അവസരം നിഷേധിച്ചുകൊണ്ട് അവരെ കമ്പനിയുടെ അടിമ പണിക്കാരാക്കി. മറ്റു ഉപജീവന മാർഗങ്ങൾ തേടാനുള്ള അവസരം നിഷേധിച്ചു. They were forced to live like slaves under the company. കമ്പനിയുടെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കാൻ അവർ നിർബന്ധിതരായി. The workers who were not willing to obey were tortured. അനുസരിക്കാൻ തയ്യാറാകാത്ത തൊഴിലാളികളെയൊക്കെ ടോർച്ചർ ചെയ്തു. ആര്? ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. Their properties were seized. Seized means പിടിച്ചെടുത്തു, അതായത് അവരുടെ വസ്തുക്കളെല്ലാം പിടിച്ചെടുത്തു. They collectively decided to give up their traditional occupation, for it did not help them earn a living. ഉപജീവന മാർഗം നേടാൻ അവരെ സഹായിക്കാത്തതിനാൽ അവരുടെ പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിക്കുവാൻ അവർ കൂട്ടായി തീരുമാനിച്ചു. Hence, അതിനാൽ they decided to cut off their thumbs as a protest against the policies of the East India Company. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയങ്ങൾക്കെതിരായ, അതായത് പോളിസികൾക്കെതിരായ പ്രതിഷേധമായി അവർ അവരുടെ തള്ളവിരലുകൾ മുറിക്കാൻ തീരുമാനിച്ചു. നമ്മളിപ്പോൾ നഗോദാസിനെ കുറിച്ച് പഠിച്ചു, അവരുടെ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. നമ്മളിപ്പോൾ നഗോദാസിലെ പ്രൊട്ടസ്റ്റ് അതെങ്ങനെയാണ് തമ്പ് മുറിച്ചാണ് അവരുടെ, അതായത് തള്ളവിരൽ മുറിച്ചായിരുന്നവരുടെ പ്രൊട്ടസ്റ്റ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു ഇവന്റ്, തമ്പ് ഓഫ് നഗോദാസ് എന്ന ഇവന്റ് ഐസൊലേറ്റഡ് ഇവന്റ് ആയിരുന്നില്ല, അതായത് ഒരു സ്ഥലത്ത് മാത്രം നിലനിന്നൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല. പ്രത്യേകത, ഈ നഗോദാസിനെ പോലെ അവരുടെ ട്രഡീഷണൽ ഓക്യുപ്പേഷൻസിലൊക്കെ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആയിട്ടുള്ള മറ്റു വീവേഴ്സും മറ്റു ട്രേഡേഴ്സ് എല്ലാവരും ഇതുപോലെ പല പല പ്രൊട്ടസ്റ്റ് നടത്തുകയുണ്ടായി. Who were exploited under the company rule? ആരൊക്കെയായിരുന്നു? അതായത് കമ്പനിയുടെ അധികാരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടവർ ആരൊക്കെയാണ്? ഫാമേഴ്സ്, കൃഷിക്കാർ, വീവേഴ്സ്, നെയ്ത്തുകാർ, ക്രാഫ്റ്റ്സ്മെൻ, കരകൗശല വിദഗ്ധർ, പിന്നെ അറ്റ് ലാസ്റ്റ് ട്രൈബൽസ്, ആദിവാസികൾ. നെക്സ്റ്റ്, against the farmers. With the subjugation of ബംഗാൾ കീഴടക്കിയപ്പോൾ the attention of the company shifted to the rich agriculture sector of the region. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധ ബംഗാളിലെ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് മാറി. Their aim was to exploit the maximum resources. അപ്പോൾ ഇവരുടെ എയിം, അഥവാ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? പരമാവധി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതായത് ടു എക്സ്പ്ലോയിറ്റ് ദ മാക്സിമം റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്ത് കളയുക. വാട്ട് വർ ദ സ്ട്രാറ്റജീസ് ദേ അഡോപ്റ്റഡ്? അവർ സ്വീകരിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ലിവൈഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്. കർഷകർക്ക് കനത്ത നികുതി ചുമത്തി. Then next point,
No tax concessions were sanctioned even when drought and flood destroyed the agriculture. വരൾച്ചയും വെള്ളപ്പൊക്കവും കൃഷി നശിപ്പിച്ചപ്പോഴും നികുതി ഇളവുകൾ അനുവദിച്ചിരുന്നില്ല. Middlemen, zamindars, were assigned to the duty of collecting tax. നികുതി പിരിക്കുന്നതിന്റെ ചുമതലയിൽ ഇടനിലക്കാരെ അതായത് ജമീന്ദാരെ നിയോഗിച്ചു. നെക്സ്റ്റ് പോയിന്റ്, imposed the condition that the tax was to be paid in the form of cash. നികുതി പണമായി നൽകണമെന്ന് നിബന്ധന വെച്ചു. The farmers had to depend on sahus, the private money lenders, for loans at a higher rate of interest. ഹൈ ഇൻട്രസ്റ്റ് അതായത് ഉയർന്ന പലിശ നിരക്കിലുള്ള വായ്പക്കാർ മീൻസ് മണി ലെൻഡേഴ്സ്. കർഷകർക്ക് സ്വകാര്യ പണമിടിപ്പുകാരായ സാഹൂസിനെ ആശ്രയിക്കേണ്ടി വന്നു. The company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. അപ്പോൾ ഈ കമ്പനി മനസ്സിലാക്കുകയാണ് അവരുടെ കമേഴ്ഷ്യൽ ക്രോപ്സ്, എന്തൊക്കെയാണ് കമേഴ്ഷ്യൽ ക്രോപ്സ്? കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ, ഈ 3 കമേഴ്ഷ്യൽ ക്രോപ്സിന്റെ ഗ്രോത്തിന് ബംഗാൾ സോയിൽ ആപ്റ്റ് ആണെന്ന് മനസ്സിലാക്കി. They were the major raw materials for the industries in the England. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ക്രോപ്സ് അതായത് കോട്ടൺ, ഇൻഡിഗോ ആൻഡ് ജൂട്ട് ഇവരൊക്കെയാണ് ഇംഗ്ലണ്ടിലെ അവരുടെ കമ്പനികളുടെ മേജർ റോ മെറ്റീരിയൽസ്. Consequently, they decided to expand its cultivation and force the farmers to do so. തൽഫലമായി അവർ അതിൻ്റെ കൃഷി വിപുലീകരിക്കാൻ തീരുമാനിച്ചു. The fields that were used only for the cultivation of food crops changed into the plantations of cotton, jute and indigo. ഭക്ഷ്യവിളകളുടെ കൃഷിക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന പാടങ്ങളെല്ലാം പരത്തി അതിൽ കോട്ടൺ, ഇൻഡിഗോ, ജൂട്ട് എന്നിവയുടെ പ്ലാന്റേഷൻസ് ആക്കി ചേഞ്ച് ചെയ്തു. As a result, farmers became landless and were forced to become laborers. അങ്ങനെ കൃഷിപ്പാടങ്ങളെല്ലാം നഷ്ടപ്പെടുകയും അതായത് അവരുടെ ഭൂമി നഷ്ടപ്പെടുകയും തൽഫലമായി കർഷകർ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. അതിനാൽ അവർ ലേബറേഴ്സ് അഥവാ തൊഴിലാളികളാകാൻ നിർബന്ധിതരായി. നെക്സ്റ്റ്, against the tribals. The intrusion of the company was not limited to the agricultural sector. Intrusion means കടന്നുകയറ്റം. അതായത് കമ്പനിയുടെ കടന്നുകയറ്റം കാർഷിക മേഖലയിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നില്ല. They framed several laws to exploit the forest resources. വനവിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ അവർ നിരവധി നിയമങ്ങൾ ആവിഷ്കരിച്ചു. These laws gave the company absolute control over the forest. ഈ നിയമങ്ങൾ കമ്പനിക്ക് വനങ്ങളുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം നൽകി. This disturbed the collection of forest products and adversely affected the tribals' traditional farm. ഇത് വന ഉൽപ്പന്നങ്ങളുടെ ശേഖരം താറുമാറാക്കുകയും ആദിവാസിയുടെ പരമ്പരാഗത കൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. The tribal habitat was rich in mineral deposits and to exploit these, the British constructed roads and railways to these regions. ആദിവാസികളുടെ ഹാബിറ്റാറ്റ് എന്തിൽ നിറഞ്ഞിരിക്കുന്ന മിനറൽ ഡെപ്പോസിറ്റ്സിൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഇതെല്ലാം നശിപ്പിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാര് റൂട്ട്സ്, റെയിൽവേസും അവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു. These measures intensified the miseries of the tribals. ഈ നടപടികളെല്ലാം തന്നെ ആദിവാസികളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചു. Against the weavers. You now know that cotton cultivation became widespread in India during the company rule, don't you? നിങ്ങൾക്കറിയാമല്ലോ കോട്ടൺ കൾട്ടിവേഷൻ ഇന്ത്യയിൽ കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായിരുന്നില്ല. പരുത്തി കൃഷി മീൻസ് കോട്ടൺ കൾട്ടിവേഷൻ വ്യാപകമായി തീർന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ? However, the handloom industry in India declined. Let us examine the reason. എന്നിരുന്നാലും ഇന്ത്യയിലെ കൈത്തറി വ്യവസായം കുറഞ്ഞു. നമുക്ക് കാരണങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. First point, the large-scale export of cotton, the raw material of handloom industry to Britain. ബ്രിട്ടനിലേക്കുള്ള കൈത്തറി വ്യവസായത്തിന് അസംസ്കൃത വസ്തുക്കളായ പരുത്തിയുടെ വലിയ തോതിലുള്ള കയറ്റുമതി. Then second point, the large-scale import of cheaper textiles manufactured in the British factories. ബ്രിട്ടീഷ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന വില കുറഞ്ഞ തുണിതരങ്ങളുടെ വലിയ തോതിലുള്ള ഇറക്കുമതി. Excessive taxes were levied on clothes made in India. ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കൾക്ക് അമിത നികുതി ചുമത്തി.
These factors render thousands of Indian weavers jobless. ഈ ഘടകങ്ങൾ ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളെ തൊഴിൽരഹിതരാക്കി. എന്തൊക്കെയായിരുന്നു അപ്പോൾ റീസൺസ്? First reason, the large scale export of cotton, the raw material of handloom industry to Britain. Second point, the large scale import of cheaper textiles manufactured in the British factories. Third point, excessive taxes were levied on clothes made in India. ഇത് important ആണ്. ഒരു ബ്ലൂ ബോക്സ് ഉണ്ടെന്ന് ശ്രദ്ധിക്കാം. The beginning of railways. The Indian Railway was launched on 16th April 1853. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസ് വിക്ഷേപിച്ചത് എന്നാണ് 16th April 1853. The first train from Bombay to Than was flagged off at 3:35 p.m. on that day. 3:35 ഫസ്റ്റ് ട്രെയിൻ എവിടേക്കാണ് ഓടിയത്? ബോംബെന്ന് തേനിലേക്കാണ് ഓടിയത്. The train had 14 coaches that carried 400 passengers. ഈ ട്രെയിനിൽ എത്ര റൂംസ് ഉണ്ടായിരുന്നു അഥവാ കോച്ചസ് ഉണ്ടായിരുന്നു? 14 കോച്ചസ് ഉണ്ടായിരുന്നു. അത് എത്ര പാസഞ്ചേഴ്സ് ആണ് അതിലുണ്ടായിരുന്നത്? അതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? 400 യാത്രക്കാരുണ്ടായിരുന്നു. On March 1861, the first train in Kerala ran from Tirur to Beypur. മാർച്ച് 1861 കേരളയില് ആദ്യത്തെ ട്രെയിൻ ഓടുകയുണ്ടായി. എവിടുന്ന് എവിടേക്കാണ്? തിരൂർ നിന്ന് ബേപ്പൂരിലേക്ക്. അപ്രൈസിംഗ്സ് അതായത് പ്രക്ഷോഭനങ്ങൾ. You have identified the major occupational groups who lost their livelihood as a result of company rule, haven't you? കമ്പനി ഭരണത്തിന്റെ ഫലമായി ലൈവ്ലിഹുഡ് അഥവാ ജീവനോപാധി നഷ്ടപ്പെട്ട പ്രധാന തൊഴിൽ ഗ്രൂപ്പുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയായിരുന്നു ആ ഗ്രൂപ്പ്സ്? ട്രൈബൽ, വീവേഴ്സ്, ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഇവരെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നതാണ്. ദ പീപ്പിൾ സ്റ്റാർട്ടഡ് റിബല്യൻസ് അഗെയിൻസ്റ്റ് ദ കമ്പനി ആൻഡ് ജമീന്ദാർസ്, ദ മിഡിൽ മാൻ ഓഫ് ദ കമ്പനി. ഈ ആളുകൾ കമ്പനിക്കും കമ്പനിയുടെ ഇടനിലക്കാരായ ജമീന്ദാർക്കുമെതിരായി കലാപം ആരംഭിച്ചു. Though not well organized, resistance against the company became common in different parts of the country. നന്നായി സംഘടിപ്പിച്ചിട്ടില്ലെങ്കിലും കമ്പനിക്കെതിരായ പ്രതിരോധം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണമായി നടത്തപ്പെട്ടിരുന്നു. Peasant revolts started at the very beginning of the company rule. കാർഷിക കലാപങ്ങൾ കമ്പനി ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരംഭിക്കുകയുണ്ടായി. In 19th century, several rebellions broke out in Malabar. മലബാറിൽ വെച്ച് 19ാം നൂറ്റാണ്ടില് പല കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. It was led by Mappilla tenants and are known as Mappilla rebellion. ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മാപ്പിള ടെനൻസ്, അതായത് മാപ്പിള കുടിയന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഈ റിബല്യൻ മാപ്പിള റിബല്യൻസ്, അതായത് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. Similar uprisings burst out in Bengal and were known as Farazi's rebellion. ബംഗാളിലും സമാനമായ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇവരെന്താണ്? ഫറായിസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. Besides the peasants, the tribals also rose in revolt against the company. കർഷകർ കൂടാതെ ആദിവാസികളും കലാപം പൊട്ടിപ്പുറപ്പെടുവിച്ചു. The major tribal groups that organized rebellions are പ്രധാന ആദിവാസി സംഘടനകൾ ഏതൊക്കെയാണ് നമുക്കിനി നോക്കാം. The Bills in Maratha, മറാത്തയിലെ ബിൽസ് ആദിവാസികൾ. The Kohlis in Ahmednagar, the Kols in Chota Nagpur, the Sandals in Rajmahal Hills, the Kurchias in Wayanad. Then moving on to next topic, the Sandal rebellion. The Sandals were inhabitants of the Rajmahal Hills in the Bengal province. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ ഹിൽസിലെ നിവാസികളായിരുന്നു ആര്? സന്താൽസ്. The Sandal rebellion was a result of explosion they faced from the company officials and money lenders. മണി ലെൻഡേഴ്സിന്റെ അടുത്ത് നിന്നും കമ്പനി ഒഫീഷ്യൽസ്, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലധികാരികളിൽ നിന്നും ഉണ്ടായ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾക്ക് എതിരായുള്ള ഒരു കലാപമായിരുന്നത് സന്താൽ കലാപം അഥവാ സന്താൽ റെബല്യൻ. The Rajmahal Hills witnessed the sacrifice of more than 15,000 Sandals in this rebellion. രാജ്മഹൽ ഹിൽസിൽ വെച്ചാണ് 15,000 പരം സന്താൽസ് ജീവൻ വെടിഞ്ഞത്.
It was under the leadership of Sidhu and Kanhu. ആരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സന്താന റിബല്യൻ നടന്നത്? സിദ്ധു ആൻഡ് കൻഹു. The kings and chieftains who lost their power were another group that led rebellions. Some of them are അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും പ്രഭുക്കന്മാരും കലാപത്തിലേക്ക് നയിച്ച മറ്റൊരു വിഭാഗമായിരുന്നു. അവയിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. രാജ ചേത് സിംഗ് ഓഫ് ആവാദ്, വീര പാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി, മരുത്തു പാണ്ഡ്യൻ ഓഫ് ശിവഗംഗ, പസസി രാജ ഓഫ് മലബാർ, കിട്ടൂർ ചെന്നമ്മ ഓഫ് കർണാടക, വെളുത്തമ്പി ദലാവ ഓഫ് ട്രാവൻകോർ, കള്ളിയത്തച്ചൻ ഓഫ് കൊച്ചി. Rebellions in Kerala. Parasi revolt was one of the major revolt of Kerala. കേരളത്തിൽ വെച്ച് നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവോൾട്ടാണ് അഥവാ മേജർ റിവോൾട്ടാണ് ഇത് പഴസി റിവോൾട്ട്. The British lifted പഴസി രാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ്. വടക്കേ മലബാറിലെ കോട്ടയത്തിൽ നിന്ന് നികുതി പിരിക്കാനുള്ള പഴശ്ശി രാജയുടെ അവകാശം ബ്രിട്ടീഷുകാർ എടുത്തു മാറ്റി. This was the immediate cause of പഴശ്ശി രാജാസ് revolt. ഇതാണ് പഴശ്ശിരാജയുടെ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം. He led a guerrilla war against the British in the forest of വയനാട്. അദ്ദേഹം വയനാട്ടിലെ കാടുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ഒരു ഗറില്ല യുദ്ധത്തിന് നേതൃത്വം നൽകി. തലക്കൽ ചന്തു, ഖൈദീരി അമ്മു, ഇടച്ചാൻ കുങ്കൻ and Adan Gurukal were the prominent leaders who fought with Pazhassi Raja in the revolt. തലക്കൽ ചന്തു, ഖൈദീരി അമ്പ്, എടച്ചൻ കുങ്കൻ, അത്താൻ ഗുരുക്കൾ were the prominent leaders who fought with പഴശ്ശി രാജ. ഇവരൊക്കെയാണ് കലാപത്തിൽ പഴശ്ശി രാജയോട് പോരാടിയ പ്രമുഖ നേതാക്കൾ. The revolt ended with the death of പഴശ്ശി രാജ. പഴശ്ശി രാജയുടെ മരണത്തോടെ ഈ കലാപം അഥവാ റിവോൾട്ട് അവസാനം. The anti-British revolts in Travancore were led by വെളുത്തമ്പി ദലാവ. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വെളുത്തമ്പി ദളവയാണ്. The constant intervention of the company in the home affairs of Travancore hindered smooth administration of Dalawa. തിരുവിതാംകൂറിന് ആഭ്യന്തര കാര്യങ്ങളിൽ കമ്പനിയുടെ നിരന്തരമായ ഇടപെടൽ ദളവയുടെ സുഗമമായ ഭരണത്തെ തടസ്സപ്പെടുത്തി. This was the main reason for him to turn against the British. ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാന കാരണം ഇതായിരുന്നു. പാലിയത്തച്ചൻ, the minister of Kochi, extended his assistance to Dalawa. കൊച്ചി മന്ത്രി പാലിയത്തച്ചൻ ദളവയ്ക്ക് സഹായം നൽകി. In the famous Kundara proclamation of 1809, Dalawa called upon the people to fight against the British. However, he was defeated by the British. 1809 പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിൽ ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. Moving on to next topic, the first war of independence. We have learned about the isolated resistance that occurred in different parts of the country. നമ്മളിപ്പോൾ ഐസൊലേറ്റഡ് റെസിസ്റ്റൻസ്, ഒരു പ്രദേശത്ത് മാത്രം നിലനിന്നിരുന്ന ഓരോരോ പ്രദേശത്ത് നിലനിന്നിരുന്ന ഐസൊലേറ്റഡ് റെസിസ്റ്റൻസ്, ഓരോരോ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളെ കുറിച്ച് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ദ ആർമി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സപ്രസ്ഡ് ദം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം അവരെ അടിച്ചമർത്തുകയും ഉണ്ടായി അല്ലേ. ബൈ 1857 1857 ആയപ്പോൾ even people who were loyal to the company turned against them. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിശ്വസ്തരായ ആളുകൾ പോലും അവർക്കെതിരായി തിരിയുകയാണ് ഉണ്ടായത്. The Indian soldiers in the British army, that is sepoys, and the kings who lost their hereditary rights as per the doctrine of Lance were the main leader of the revolt. ക്ഷോഭത്തിന് അഥവാ റിവോൾട്ട് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരും അതായത് സിപ്പോയിസ്, പിന്നെ ആരാണ്? ഡോക്ട്രിൻ ഓഫ് ലാബ് സിദ്ധാന്തമനുസരിച്ച് പാരമ്പര്യ അവകാശം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ആണ് ഇതിന് നേതൃത്വം വഹിച്ചത്. The living conditions of sepoys were miserable and they had to lead a hard life. ഈ സിപ്പോയികളുടെ ജീവിത സാഹചര്യങ്ങൾ ദയനീയമായിരുന്നു. അവർക്ക് കഠിനമായ ജീവിതം നയിക്കേണ്ടി വന്നു. The sepoys were disappointed with the following conditions. അപ്പോൾ ഇനി പറയുന്ന കണ്ടീഷൻസ് ഒക്കെ കൊണ്ടാണ് അവർ ദയനീയമായ ജീവിതം നയിക്കേണ്ടി വന്നത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. മിയഗ വേജസ്, അതായത്
തുച്ഛമായ സാലറി. ദെൻ പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, നീണ്ട വർക്കിംഗ് അവേഴ്സ്, നീണ്ട ജോലി സമയം. ഡിനൈങ് ലീവ്, അവധി നിഷേധിക്കുന്നു. സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെന്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽ, മേലുദ്യോഗസ്ഥരുടെ അടിമയെ പോലെയുള്ള ചികിത്സ. പുവർ ക്വാളിറ്റി, മോശം ഗുണനിലവാരമുള്ള ഭക്ഷണം. In this contest, the company supplied a new type of Enfield rifle to the sepoys. ഈ സാഹചര്യത്തിൽ കമ്പനി ഒരു പുതിയ തരം എൻഫീൽഡ് റൈഫിൾ സിപ്പോയിക്ക് വിതരണം ചെയ്തു. There was a rumor that the cartridges to be used in this gun were greased with the fat of cow and pig. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട വെടിയുണ്ടകളിൽ പശുക്കളുടെയും പന്നികളുടെയും കൊഴുപ്പ് പുരട്ടിയതായി ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു, അതായത് റൂമർ. This provoked them to rebel. ഇത് അവരെ കലാപത്തിലേക്ക് നയിച്ചു. മംഗൾ പാണ്ഡെ was the first Indian soldier to protest. അപ്പോൾ മംഗൾ പാണ്ഡെ ആയിരുന്നു പ്രതിഷേധിച്ച ആദ്യ ഇന്ത്യൻ സൈനികൻ. An organized revolt against the military officials started in Meerut. സൈനിക ഉദ്യോഗസ്ഥർക്കെതിരായ സംഘടിത കലാപം മീററ്റിൽ ആരംഭിച്ചു. Then the soldiers reached Delhi and proclaimed the last Mughal ruler, Bahadur Shah II, as the Emperor of India. തുടർന്ന് സൈനികർ ഡൽഹിയിലെത്തി അവസാന മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആസ് എ എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ചു. The revolt spread to different parts of North India. കലാപം ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. The rulers of princely states who had lost their power also joined the rebellion. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കലാപത്തിൽ ചേർന്നു. The revolt further spread to Kanpur, Lucknow, Allahabad, Jhansi, Ara and Faizabad. ഈ കലാപം കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, അറ ആൻഡ് ഫൈസാബാദ് എന്നീ സ്ഥലങ്ങളിലൊക്കെ വ്യാപിച്ചു. The revolt was led by Nana Sahib and Tantia Topi in Kanpur, Rani Lakshmi Bai in Jhansi, Begum Hazrat Mahal in Lucknow, Maulana Ahmadullah in Faizabad and Kunwar Singh in Ara. അപ്പോൾ ഓരോരോ സ്ഥലത്ത് ആരൊക്കെയാണ് കലാപത്തിന് നേതൃത്വം വഹിച്ചതെന്നാണ് പറയുന്നത്. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ ടോപ്പിയുമായിരുന്നു. ഇനി ഝാൻസിയിലെ ആരായിരുന്നു? റാണി ലക്ഷ്മി ബായ് ആയിരുന്നു. ലക്നൌവില് ബീഗം ഹസ്രത് മഹാൽ. ദെൻ ഫൈസാബാദിലോ മൗലവി അഹമ്മദുള്ള. ദെൻ ആര കുൻവർ സിംഗ്. The company suppressed the revolt and Bahadur Shah II was expelled to Rangoon. കമ്പനി കലാപത്തെ അടിച്ചമർത്തുകയും ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിലേക്ക് പുറത്താക്കുകയും ചെയ്തു. Let us examine the reasons for the failure of First War of Independence. നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയത്, അതായത് പരാജയപ്പെട്ടതിന്റെ റീസൺസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, though the revolt was widespread in North India, there was no coordination. ഉത്തരേന്ത്യയിൽ കലാപം വ്യാപകമായിരുന്നെങ്കിലും ഏകോപനം അഥവാ കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. Second point, the company had all the advantages of stronger military power, better weapon and coordination. ശക്തമായ സൈനിക ശക്തി, മികച്ച ആയുധങ്ങൾ, ഏകോപനം അതായത് കോർഡിനേഷൻ എന്നിവയുടെ എല്ലാ ഗുണങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. It failed to ensure mass support. ബഹുജന പിന്തുണ ഉറപ്പാക്കുന്നതിൽ അത് പരാജയപ്പെട്ടു. The English educated Indians were against the revolt. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ കലാപത്തിന് എതിരായി. The rulers of affluent princely states supported the company. സമ്പന്നരായ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ കമ്പനിയെ പിന്തുണച്ചു. Even though the revolt failed, it was first mass revolt against the company rule. So the revolt is considered as the first war of Indian independence. കലാപം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ ആദ്യത്തെ ജനകീയ കലാപമാണിത്. അതിനാൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒന്നാം യുദ്ധമായി കലാപം കണക്കാക്കപ്പെടുന്നു. എന്താണ്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നു. The highlight of the revolt was the sense of unity that the people of India upheld, irrespective of religion. മതത്തിന്റെ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച ഐക്യബോധമാണ് കലാപത്തിന്റെ ഹൈലൈറ്റ്. It was this solidarity that motivated the sepoys to proclaim
Bahadur Shah as Shahin Shahi Hindustan, the Emperor of India. ഈ ഐക്യമാണ് ബഹദൂർ ഷായെ ഷഹാൻ ഷായി ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ചക്രവർത്തി എന്ന് പ്രഖ്യാപിക്കുവാൻ ശിപായികളെ പ്രേരിപ്പിച്ചത്. This shows that the British efforts to breed communal hatred had not succeeded, at least up to the period of the First War of Indian Independence. വർഗീയ വിദ്വേഷം വളർത്താനുള്ള ബ്രിട്ടീഷ് ശ്രമങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം യുദ്ധത്തിൻ്റെ കാലമെങ്കിലും വിജയിച്ചിരുന്നില്ല ഇത് കണക്കാക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം യുദ്ധത്തിൻ്റെ കാലമെങ്കിലും വിജയിച്ചിരുന്നില്ലെന്ന് ഇത് കണക്കാക്കുന്നു. നെക്സ്റ്റ്, the reign of the Queen. The First War of Indian Independence in 1857 brought many administrative changes in India. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ നിരവധി ഭരണപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. The rule of Indian East India Company came to an end with the Queen's proclamation in 1858. 1858 രാജ്ഞിയുടെ പ്രഖ്യാപനത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ came under the direct rule of the British Queen. ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഇന്ത്യ വന്നു. സോ ഇതോടെ നമ്മുടെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 ആയ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തുടർന്ന് ഇതുപോലെ വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.